ഒരു സെന്റൻസ് എപ്പോഴാണ് മീനിങ് ഫുൾ ആവുന്നതെന്ന് അറിയാമോ? അതിനൊരു സ്ട്രക്ചർ വരുമ്പോൾ. ഈ ലോകത്തിലെ എല്ലാ സാധനത്തിനും സ്ട്രക്ചർ ഉണ്ട്. എല്ലാ എനർജിക്കും ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫോട്ടോൺസ്, ന്യൂട്രോൺസ്, എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെന്റൻസിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അതിലെ നായകനാണ്. നായകൻ എന്ന് പറയുന്ന വാക്ക് തന്നെ എന്താ? നയിക്കുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം. ആക്ടർ. ഇംഗ്ലീഷ് സെന്റൻസിനകത്തെ ആക്ടർ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അതായത് ഏതൊരു സെന്റൻസും തുടങ്ങണമെങ്കിൽ ഒരു സബ്ജക്റ്റ്, ഒരു കാരണക്കാരൻ, ഒരു നായകൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ നായകനെ നിങ്ങൾ അവിടെ എഴുതി വെച്ചല്ലോ എസ് എന്ന. ഇനി ഈ നായകൻ ചുമ്മാതെ വെറുതെ നിന്നാൽ മതിയോ? അയാൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യണ്ടേ? അപ്പം അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് സിനിമയിൽ നമ്മൾ ആക്ടിങ് എന്ന് പറയും. ഗ്രാമറിൽ വരുമ്പം ഈ ആക്ഷൻ, ആക്ടിങ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ടെർമിനോളജി വരും, വേർബ് എന്ന്. അപ്പം നായകൻ റെഡി, നായകന്റെ പ്രവൃത്തിയും റെഡി. പക്ഷെ എന്തിനു വേണ്ടിയാണ് അയാൾ ഈ ആക്ഷൻ ചെയ്യുന്നത്? ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. കാരണമില്ലാതെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ എവിടെയും കൊണ്ട് എത്തിക്കത്തില്ല. നമ്മൾ ആ ആക്ഷൻ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പിറ്റിഷൻ ആയി പോകും. അപ്പം ഈ കാരണം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. നമുക്കിനി ഇതിനെ ഒരു സെന്റൻസിലോട്ടാക്കാം. ഐ ലൈക്ക് ഫിഷ്, അല്ലെ ഫിഷ് നമുക്ക് മാറ്റി പിടിക്കാം. ഐ ലൈക്ക് ചിക്കൻ. ഐ എന്ന് പറയുന്ന നായകനാണ് ഈ പറയുന്ന സബ്ജക്റ്റ്. ഐ ലൈക്ക് എന്ന് പറയുന്ന സാധനമാണ് ഈ നായകൻ ചെയ്യുന്ന പ്രവൃത്തി, അഭിനയം എന്ന് പറയുന്നത്. ലൈക്ക് എന്ന് പറയുന്നത് വേർബാണ്. ഇനി നായകൻ എന്തിനു വേണ്ടിയാണ് ഈ ലൈക്ക്, എന്തിനെയാണ് ഈ ലൈക്ക് ചെയ്യുന്നത്? ചിക്കൻ. അതാണ് നമ്മുടെ ഓബ്ജക്റ്റ്. അപ്പം നിങ്ങൾക്ക് കാണാം S+V+O ആണ്. മലയാളത്തിൽ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? എനിക്ക് ചിക്കൻ ഇഷ്ടമാണ്. ഈ മേളത്തെ സെന്റൻസും താഴത്തെ സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിക്കേ. ഇവിടെ മേളിൽ ഇംഗ്ലീഷിൽ S+V+O എന്നാണ് പറഞ്ഞത്. താഴെ വന്നപ്പം എനിക്ക് സബ്ജക്റ്റ് അവിടെ തന്നെയുണ്ട്. പക്ഷേ മേളത്തെ ഒബ്ജക്റ്റ് കണ്ടോ, നടുക്ക് വന്നു. മലയാളത്തിൽ ഇംഗ്ലീഷിന്റെ സ്ട്രക്ചർ SVO, മലയാളത്തിന്റെ സ്ട്രക്ചർ SOV എന്നായി. 24 മണിക്കൂറും മലയാളത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇംഗ്ലീഷ് സെന്റൻസ് കൊടുക്കുമ്പം ആദ്യം ചിന്തിക്കുന്നത് മലയാളത്തിലേക്ക് അതെങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മലയാളി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യുക. ഐ ലൈക്ക് ചിക്കൻ എന്നല്ല, ഐ ചിക്കൻ ലൈക്ക് എന്നായിരിക്കും. കാരണം മലയാളത്തിൽ SOV എന്നാണല്ലോ. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പം ഐ ചിക്കൻ ലൈക്ക്. അയാൾ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും പിടികിട്ടിയില്ലേ? പക്ഷെ ഗ്രാമാറ്റിക്കലി അത് തെറ്റാണ്. ഇവിടം തൊട്ടാണ് ഗ്രാമർ എന്ന് പറയുന്നത്, ബേസിക് ഗ്രാമർ എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടം വരെയെങ്കിലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്നായിരിക്കണം ഏതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റിൻ്റെയും തുടക്കം.